ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർപ്പണത്തിലേക്ക്. അതെ, കഴിഞ്ഞയാഴ്ച 4 ദിവസങ്ങളിലായി പ്രക്ഷേപണം ചെയ്ത നാടക ജീവിതയാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും നാടകകൃത്ത് CL ജോസിന്റെ ആ അനുഭവ വിവരണം ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിയെന്നും ഈ ആഴ്ചയും മെസ്സേജുകളുണ്ട്. അത് ശരിയാണ്. അതൊക്കെ ഒരു കാലല്ലേ. എനിക്കൊക്കെ എന്തൊക്കെ ഓർമ്മകളുണ്ടെന്നറിയോ? ആണോ? പിന്നെ അന്നൊക്കെ ഉത്സവത്തിനും സ്കൂൾ വാർഷികത്തിനുമൊക്കെ നാടകം ഉണ്ടാവുമല്ലോ. തലേ ദിവസം തന്നെ ഭണ്ഡാരമൊക്കെ കുത്തിപ്പൊളിച്ച് പൈസ ഇങ്ങ് എടുത്തു വെക്കും. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാനാ? എവിടുത്തെ? എവിടുത്തെ അല്ലെന്ന്, എന്റെ സ്വന്തം ഭണ്ഡാരം. അന്ന് കിട്ടുന്ന ചില്ലറ പൈസയൊക്കെ അതിലല്ലേ ഇട്ട് വെക്കുക. അതിന് വല്ല കുടുക്കാന്നോ മറ്റോ പറ. ഭണ്ഡാരം കുത്തിപ്പൊളിച്ചു എന്നൊക്കെ പറഞ്ഞാ കേൾക്കുന്ന ഒരു തെറ്റിദ്ധരിക്കും. ഇനി ആ പേരും കൂടിയേ ചേച്ചി എനിക്ക് കേൾപ്പിക്കാനുള്ളൂ. അത് ശരി, ചേട്ടനോടൊന്ന് പറയാം, എനിക്ക് തിരുത്താൻ പാടില്ല അല്ലേ? ശരിയപ്പാ ശരിയപ്പാ, ശരി 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 ഒറ്റമ്മോ. അങ്ങനെ കുടുക്ക പൊട്ടിച്ച പൈസയും ഒക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഒരു പായയും മടക്കിയെടുത്ത് ഒരു പോക്കാണ് നാടകം കാണാനേ. എന്നിട്ട് ആ പൈസക്ക് എന്തൊക്കെ തിന്നാൻ കിട്ടോ അതൊക്കെ വാങ്ങി തിന്ന് കൊണ്ടുപോയ പായയും വിരിച്ച് സ്റ്റേജിന്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരിക്കും, നാടകം തുടങ്ങുന്നതും കാത്തിട്ട്. അതെ, ആകാംക്ഷയോടെയുള്ള ആ കാത്തിരിപ്പേ. പായലായതുകൊണ്ട് ആ കാത്ത് ഇരിപ്പ് പിന്നെ കാത്ത് കിടപ്പാവും. ശരിയാണ്. അങ്ങനെ നാടകം തുടങ്ങുമ്പോഴേക്കും ആ പായയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന, ഒടുവിൽ നാടകം തീരുമ്പോ ആരെങ്കിലും തട്ടി വിളിച്ച ഞെട്ടിയെണീറ്റ് ആ പായം ചുരുട്ടിയെടുത്ത് വീട്ടിൽ പോകുന്ന ആ കുട്ടി, അതായത് ഇന്നത്തെ ഈ ചേട്ടൻ, ആ നാടകകാലത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ശ്രോതാക്കളെ. അപ്പോ ആ കാഴ്ചയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നു മെസ്സേജിലേക്ക്. ഹലോ ചേട്ടാ, ഉറങ്ങിപ്പോയോ? ഇത് നാടകമല്ല, ദർപ്പണാണ്. അല്ല, ഈ ക്ഷമയ്ക്ക് വല്ല അവാർഡും കൊടുക്കുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ടെങ്കിൽ അതെനിക്ക് തന്നെ തരണം കേട്ടോ, പ്ലീസ്. അയ്യോ, ക്ഷമയ്ക്ക് അങ്ങനെ അവാർഡൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലോ. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ചേട്ടൻ തന്നെ ഒരു അവാർഡ് അങ്ങ് ഏർപ്പെടുത്ത്, എന്നിട്ട് ചേട്ടൻ തന്നെ വാങ്ങിച്ചോ. അതും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും പാറ വെച്ച് അതും ചേച്ചി അടിച്ചു മാറ്റും. പിന്നെ ചേട്ടൻ ഏർപ്പെടുത്തുന്ന അവാർഡല്ലേ, അത് അടിച്ചു മാറ്റിയിട്ട് എന്ത് കിട്ടാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, മെസ്സേജിലേക്ക് വാ. രമാദേവി ചേലോറയുടെ മെസ്സേജാണ്. പ്രശസ്ത നാടകകൃത്ത് CL ജോസിന്റെ എഴുത്തു ജീവിതത്തെ ആധാരമാക്കി പ്രക്ഷേപണം ചെയ്ത പരിപാടി മികച്ച നിലവാരം പുലർത്തി. ഒരു രംഗാവിഷ്കാരത്തിന്റെ ചാരുതയാർന്ന ആഖ്യാന ശൈലിയിൽ ഒരു നാടകം കേട്ടിരിക്കുന്ന പ്രതീതിയോടെയാണ് ആ പരിപാടി ശ്രവിച്ചത്. ഒരു കാലഘട്ടത്തിൽ ആ നാടകങ്ങൾ സമൂഹത്തിലുണ്ടാക്കിയ ചലനങ്ങൾ നേരിട്ടറിയാൻ ജാലകം സഹായിച്ചു. മലയാളത്തിലെ ജനപ്രിയ നാടകകൃത്തുകളിൽ പ്രമുഖനായ CL ജോസ്, നവതി പിന്നിട്ട അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുള്ള നാടകവും പഴയകാല ഓർമ്മകളും ഒളിമങ്ങാതെ അടുക്കും ചിട്ടയോടെയും ശ്രോതാക്കളുമായി പങ്കുവച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ എല്ലാം ഉണ്ടായിട്ടും ആനന്ദം കുറഞ്ഞു പോകുന്ന കേരള സമൂഹത്തെക്കുറിച്ചുള്ള ആത്മപരിശോധന തികച്ചും പുതുമയാർന്ന കൗതുകമുണ്ടാക്കിയ വിഷയമായിരുന്നു. മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ CJ ജോണിൻ്റെ വിലയിരുത്തൽ ചിന്തനീയമായി. ബിന്ദു സുന്ദർ പറശ്ശിനിക്കടവാണ് ഈ മെസ്സേജ് അയച്ചല്ലേ? അതെ. പിന്നെ കുഞ്ഞിമംഗലം കുതിരുമ്മലിൽ നിന്നും ബിന്ദു സുരേഷും നാടകകൃത്ത് CL ജോസ് പങ്കുവച്ച അനുഭവങ്ങൾ ഹൃദയസ്പർശിയായി എന്ന് എഴുതുന്നുണ്ട്. ഈ അഹങ്കാരം എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അതാർക്കും അത്ര നന്നല്ല എന്ന് ചേച്ചിയോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് 2 പേര്. ആയിക്കോട്ടെ, ചേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നിയോണ്ടാവും. തുടങ്ങി. അല്ല, ആരാ പറഞ്ഞത്? K കൃഷ്ണൻ കരിപ്പാലും കാർത്തിക മാലൂരും. കൃഷ്ണേട്ടനും കാർത്തികേച്ചി. അപ്പൊ അവര് എന്തായാലും എന്നോടല്ല പറഞ്ഞത്. പിന്നെ നോക്കട്ടെ. അവര് പറഞ്ഞത് സുഭാഷിതത്തെ കുറിച്ചാണ്. അതൊന്നും ചീറ്റിപ്പോയി. ചേട്ടൻ ശ്രദ്ധിച്ചു കേൾക്കണം. അഹങ്കാരം വെടിഞ്ഞ് മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാവുകയുള്ളൂ. 23-ാം തീയതി പറവൂർ ജോർജ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം നല്ലൊരു സന്ദേശം ഉൾക്കൊള്ളുന്നതായിരുന്നു എന്നാണ് ഇരുവരും പറയുന്നത്. 26-ാം തീയതിയിലെ സുഭാഷിതം ഫാദർ സുനിൽ അവതരിപ്പിച്ച വിജയത്തിനുള്ള ടിപ്സ് മാതൃകാപരമായിരുന്നു. അന്ന് തന്നെ വെൺചാമരം വീശിയെത്തിയ ജോൺ പോൾ സാറിൻ്റെ ബിച്ചു തിരുമലയെക്കുറിച്ചുള്ള ഓർമ്മകളും മഹത്തരമായ ഒരു പുനഃപ്രക്ഷേപണമായി. TP മായാമണി തളിപ്പറമ്പാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു ക്ഷണക്കത്ത് കിട്ടിയിട്ടുണ്ട് ചിറക്കലിലേക്ക്, ലിഷ ചിറക്കലിന്റെ. അതിനെന്താ, നമുക്ക് പോവാലോ. നമ്മളാ? എന്തേ, ചേച്ചി വരുന്നില്ലേ? ഞാനേ പോകുന്നുള്ളൂ. എന്താന്നറിയോ, അവര് ചേട്ടനെ ക്ഷണിച്ചിട്ടില്ല. ഓഹോ, അങ്ങനെയാണോ? ചേട്ടൻ വിഷമിക്കണ്ട. ലിഷ അങ്ങനെ സൽക്കരിക്കാൻ വിളിച്ചൊന്നുമല്ല.
നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടി റെക്കോർഡ് ചെയ്യാൻ ചേച്ചി വരുമോ എന്റെ നാട്ടിലേക്ക്? ഓഹോ, ഒരു മൈക്കുമായി ഒരു ദിവസം ചേച്ചി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെല്ല് ചെല്ല്. ആ, ഈ ചേച്ചിക്ക് തിന്നാനും കുടിക്കാനും ഒന്നും വേണ്ട കേട്ടോ ലിഷ. നിർബന്ധമാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ച വെള്ളം മാത്രം കൊടുത്താൽ മതി. ചമ്മല് മാറ്റാൻ എന്തൊക്കെ വഴികളാണപ്പാ. ആ, ബിച്ചു തിരുമലയുടെ ഓർമ്മകൾ പങ്കുവെച്ച് ജോൺ പോൾ സംസാരിച്ചത് നല്ലൊരു ഓർമ്മയായി എന്നാണ് സഞ്ജീവ് അക്കാരശ്ശേരി. ഓക്കെ, പിന്നെ റഹീം ബാണത്തുംകണ്ടി കൂത്തുപറമ്പിന്റെ മെസ്സേജ് ഉണ്ട്. ആ, ഒരു മെസ്സേജ് അയക്കണമെന്ന് എത്രയോ കാലമായി ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടോ ഇപ്പോഴാണ് അതിന് തോന്നിയത്. കണ്ണൂർ ആകാശവാണി മികച്ച നിലവാരം പുലർത്തുന്നു. പ്രത്യേകിച്ച് ദർപ്പണം വളരെ മികച്ച അനുഭവം സമ്മാനിക്കുന്നു. ഞായറാഴ്ച ഒരു പ്രത്യേക എനർജി കിട്ടാൻ ഈ പരിപാടി കാരണമാകുന്നു. അഭിനന്ദനങ്ങൾ. ഓ, ഈ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ശേഷി എനിക്കില്ല റഹീമേ. ചേട്ടന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ലതീഷ് കുന്നമ്മൽ ആലപ്പടമ്പ്. ചേച്ചിയുടെ കുത്തുവാക്കുകൾ കേട്ട് ക്ഷമ നശിക്കുന്നുവോ ചേട്ടാ? പാടില്ല. ഒരു വഴി പറഞ്ഞു തരാം. ഭക്ഷണത്തിലൂടെയാണ് ഈ രീതി സ്വായത്തമാക്കേണ്ടത്. അതുകൊണ്ട് ഈ രീതി ചേട്ടന് ഇഷ്ടപ്പെടും. കാര്യം ഇതാണ്. 22-ാം തീയതിയിലെ ആരോഗ്യദീപ്തിയിൽ ഡോക്ടർ KR ജയകുമാർ ഭക്ഷണവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ സാത്വികമായ ഭക്ഷണ രീതിയെക്കുറിച്ച് പറഞ്ഞു. ഈ ഭക്ഷണ രീതി പിന്തുടരുകയാണെങ്കിൽ ക്ഷമ, സമാധാനം, ശാന്തത ഒക്കെ ജീവിതത്തിലുണ്ടാകും. ചേട്ടൻ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന്. എന്തായാലും ആരോഗ്യദീപ്തി ഉപകാരപ്രദമായി. പറയാതിരിക്കാൻ വയ്യേ എന്നാ പറഞ്ഞോളൂ. പറയാനുള്ളത് സിനിമാ സല്ലാപത്തെ കുറിച്ചാണ്. പറയുന്നത് അനീഷ് KV പൂമംഗലമാണ്. സിനിമാ സല്ലാപം വളരെ വ്യത്യസ്തതയുള്ള പരിപാടിയാണ്. ഒരാഴ്ച അമേരിക്കയിലാണെങ്കിൽ അടുത്ത ആഴ്ച ഇറ്റലിയിൽ, പെട്ടെന്നതാ ജപ്പാനിലേക്കൊരു പോക്ക്, വീണ്ടും തിരിച്ച് കേരളത്തിൽ. അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന കൗതുകമാണ് ഓരോ ആഴ്ചയും. കഴിഞ്ഞ ആഴ്ച അകിരോ കുറുസോവ എന്ന വിഖ്യാത സംവിധായകന്റെ അറിയാത്ത ജീവിതകഥയുമായി നിങ്ങളെത്തിയപ്പോൾ അതും കൗതുകമായി. ഒപ്പം കേൾപ്പിക്കുന്ന പാട്ടുകൾക്കും എപ്പോഴും ഒരു വ്യത്യസ്തതയുണ്ട്. ഈ യാത്ര അനുസ്യൂതം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പൂമംഗലത്ത് നിന്ന് തന്നെ പ്രദീപനും കുടുംബവും പിന്നെ രാധാകൃഷ്ണൻ കാക്കൂർ ഇവരൊക്കെ സിനിമാ സല്ലാപത്തിന്റെ യാത്രയ്ക്ക് ആശംസകൾ നേരുന്നുണ്ട്. വളരെ കാലമായിട്ടുണ്ടായിരുന്നൊരു സംശയം വളരെ ലളിതമായി മനസ്സിലാക്കാൻ സഹായിച്ചു സയൻസ് കഫേ. എന്താണ് സംശയം? മറ്റൊന്നുമല്ല, ശൂന്യാകാശവും ബഹിരാകാശവും വിഭിന്നമല്ല, മറിച്ച് ഒന്നാണെന്ന കാര്യം. കാലാന്തരത്തിൽ വന്ന പദപ്രയോഗത്തിലെ മാറ്റം മാത്രമാണ് ശൂന്യാകാശത്തെ ബഹിരാകാശമാക്കി മാറ്റിയത്. തുടർന്ന് പറഞ്ഞു തുടങ്ങിയ കാലാവസ്ഥാ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളുടെ തുടർഭാഗത്തിനായി കാത്തിരിക്കുന്നു. ദിലീപ് V. മുഹമ്മദ് മൂവാറ്റുപുഴ. ഗീത ഹരിദാസ് തിലാനൂർ എഴുതുന്നത്, എല്ലാ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന തുടർ നാടകം വളരെ നന്നാവുന്നുണ്ട്. പുള്ളികളുള്ള നാട, അതിൽ ശബ്ദം നൽകിയവർ, കേൾക്കാൻ നല്ല രസമുണ്ട്. നന്ദു കർത്തയുടെ രാഗസ്പർശം ഹൃദയസ്പർശിയായി തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളുടെ രാഗപശ്ചാത്തലം അറിയുന്നതോടൊപ്പം ആ ഗാനം മുഴുവനായും കേൾക്കാനും കഴിയുന്നു. അടുത്ത ആഴ്ചക്കായി കാതോർത്തുകൊണ്ടാണ് നെടുവള്ളൂർ ശശി ഇരിക്കൂരിൽ നിന്നും എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ശിവദാസൻ കണ്ണാടിപ്പറമ്പിന്റെ മെസ്സേജ് G. കുമാരപിള്ളയുടെ കവിത മുരളി പുറനാട്ടുകരയുടെ ആലാപനത്തിൽ അതീവ ഹൃദ്യമായി. ശ്രേഷ്ഠമായ രചന, അതിലുപരി ഹൃദയത്തിൽ തട്ടുന്ന ആലാപന മാധുര്യം. അഞ്ചരക്കണ്ടിയിൽ നിന്നും ബാബു നായർ എഴുതുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ബിച്ചു തിരുമലയുടെ അനുഭവ ഗാനാവതരണം വളരെ ഹൃദ്യമായിരുന്നു. ഓക്കെ, അടുത്ത മെസ്സേജ് ശ്രീജ കടന്നപ്പള്ളി എഴുതുന്നു. 24-ാം തീയതി പ്രക്ഷേപണം ചെയ്ത വളപ്പൊട്ടുകൾ എന്ന ചലച്ചിത്രഗാന പരിപാടി ഇഷ്ടപ്പെട്ടു. സുനീഷ് കൊറ്റാളി എഴുതുന്നു, 25-ാം തീയതി ജാലകത്തിൽ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ക്യാമ്പസ് റേഡിയോയെക്കുറിച്ചുള്ള പ്രതികരണ പരിപാടി കേട്ടു. സ്നേഹവാണി എന്ന പേരിൽ വാട്സാപ്പ് റേഡിയോ ആ കലാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ പരിപാടികളോടെ സമ്പന്നമാക്കുമ്പോൾ റേഡിയോ എന്ന ആശയം പുതിയ രൂപം കൈക്കൊള്ളുകയാണ്. സംഗീതം പോലും കണ്ടാസ്വദിക്കുന്ന ഈ കാലത്ത് ദൃശ്യവൈവിധ്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നവമാധ്യമങ്ങൾ കേൾവിയുടെ പരിമിതിക്കനുസരിച്ച് പരുവപ്പെടുത്തുന്നു എന്നത് മനുഷ്യരുടെ വിസ്മയകരമായ മറ്റൊരു കൗതുകം. പിന്നെ 25-ാം തീയതി തന്നെ സ്പോർട്സ് കാൻ എന്ന പരിപാടിയിൽ V. ദേവദാസിന്റെ നിരീക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹരിദാസ് കൊട്ടക്കാനം കൂവേരി സയൻസ് കഫേയെക്കുറിച്ച് എഴുതുന്നുണ്ട്. ആ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. സൂര്യനെക്കുറിച്ചും ഭൗമാന്തരീക്ഷ കാലാവസ്ഥയെക്കുറിച്ചുമൊക്കെ നല്ല അറിവ് പകർന്നു തന്നു. ഓക്കെ, രാധാകൃഷ്ണൻ പാനുണ്ട ഒരു നീണ്ട മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇക്കഴിഞ്ഞ 27-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഹരിത സല്ലാപത്തിൽ എന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ C. രാധാകൃഷ്ണന്റെ തളിരണിഞ്ഞ മാവനുഭവം കേട്ടപ്പോൾ എനിക്കും ഒരു മാവനുഭവം പറയണമെന്ന് തോന്നി. കാലം 1980-കൾ, ശരിക്കും പറഞ്ഞാൽ 88-ലെ ഒരു മീനമാസം.
എന്റെ വല്യമ്മ മരിച്ചിട്ടുള്ള 40-ാം ചരമദിനത്തിൽ സദ്യക്ക് കൂട്ടാൻ വെക്കാൻ കൊണ്ടുവന്ന മാങ്ങയുടെ അണ്ടിയിൽ നിന്നും തൊടിയിൽ ഒരു മാവിൻ തൈ മുളച്ചു. അത് കുഞ്ഞിത്തലകൾ നീട്ടി തഴച്ചു വളർന്ന് വലുതായി. ഒരു കുടുംബാംഗത്തെ പോലെ വർഷങ്ങളോളം പോറ്റി വളർത്തിയെങ്കിലും ഓരോ മാങ്ങാക്കാലവും ആ മാവ് എനിക്ക് നിരാശയാണ് സമ്മാനിച്ചത്. കാലം അങ്ങനെ പോയി. ഒടുവിൽ ഒരു മീനമാസം ആ മാവ് മുറിക്കാൻ തീരുമാനിച്ചു. അടുത്ത വീട്ടിലെ മരം വെട്ടുകാരൻ മഴുവുമായി വന്നെങ്കിലും ആ മാവ് നിറയെ ഉറുമ്പ് കാരണം മഴ കഴിഞ്ഞ് മുറിക്കാം എന്ന് പറഞ്ഞ് അയാൾ മടങ്ങിപ്പോയി. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു മഞ്ഞു വീണ തണുത്ത പ്രഭാതം, ഒരു വൈകാരിക പ്രതികരണം പോലെ ആ മാവ് നിറയെ പൂത്തു. പൂക്കൾ കൊഴിഞ്ഞ് ഉണ്ണിമാങ്ങകൾ കുലകുലയായി തൂങ്ങിയാടി. നല്ല വലിയ കോമാങ്ങകൾ. അങ്ങനെ ഒരു മാങ്ങയുണ്ടല്ലേ? ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ഓ, ചേച്ചിന്റെ മെസ്സേജ് വായിച്ചാ മതി കേട്ടാ. സംശയം തീർക്കണ്ടേ? ശരിയാണ്. ഇപ്പോൾ വർഷാവർഷം നല്ല പുളിയും മധുരവുമുള്ള തേൻ മാങ്ങകളുമായി ആ മാവ് എന്റെ വല്യമ്മയുടെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി തൊടിയിൽ തല ഉയർത്തി നിൽക്കുന്നു, നിറഞ്ഞ ധന്യതയോടെ. പി രാധാകൃഷ്ണൻ, പാനുണ്ട. പിന്നെ ഏച്ചൂർ അയ്യപ്പൻ മലയിൽ നിന്നും പ്രേമരാജന്റെ കത്ത് 17-ാം തീയതിയിലെ സാഹിത്യരംഗം പരിപാടി വ്യത്യസ്തമായി എന്നറിയിച്ചാണ്. തകർന്നുപോയ ഒരു വായനശാല സൂക്ഷിപ്പുകാരന്റെ ജീവന്റെ കഥയായ ഏകതീരം നമുക്ക് തരുന്നത് വിലപ്പെട്ട സന്ദേശങ്ങളാണ്. ജമീല ബെണ്ടിച്ചാലിൽ നിന്നും പരാതി ഉണ്ടല്ലോ. 2 കത്തുണ്ടല്ലോ. 2 കത്താണ്. നിറയെ പരാതിയാ? നിറയെ പരാതിയൊന്നുമില്ല. മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. 17-ന്റെ മാപ്പിളപ്പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. പഴയ പാട്ടാണ്, നല്ലതാണ്. പിന്നെ ഒരു കത്തിലുള്ളത്, ദർപ്പണത്തിൽ ഇത് വായിക്കണം, പേരെങ്കിലും പറയണം എന്നാണ്. പറഞ്ഞല്ലോ. അങ്ങനെയും ചില ശ്രോതാക്കളുണ്ടല്ലേ, പേരെങ്കിലും പറഞ്ഞു കേട്ടാൽ മതി. പി അമേഘ കരിമ്പം എഴുതുന്നത്, നവംബർ 14-ാം തീയതിയിലെ കിസാൻ വാണിയിൽ തൃക്കരിപ്പൂർ ഈയക്കാട്ടെ രവീന്ദ്ര വാര്യരുമായുള്ള അഭിമുഖം ശ്രദ്ധിച്ചു. നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഗോൾ അച്ചീവ് ചെയ്ത അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും എന്നാണ്. ഇതാ ഒരു ഇൻലൻഡ് കിട്ടിയിട്ടുണ്ട്. ആകെ ചളമാക്കി. ഒരു ഇല്ലന്റ് എങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടത് എന്ന് പോലും അറിയില്ലല്ലോ ചേച്ചി. ഇത് മൊത്തം 10 കഷ്ണമായല്ലോ. എന്നാലും എഴുതിയതൊക്കെ വളരെ കൃത്യമായിട്ട് വായിക്കാൻ. എന്നാലും ആ കഷ്ണമൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട അവസ്ഥയല്ലേ. അവരെത്ര കാര്യമായി ശ്രദ്ധിച്ചാണ് ഇതാ എഴുതിയിരിക്കുന്നത്. ഒരു ഇല്ലന്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ പറയുന്നത് കേട്ടാ വിചാരിക്കും ഞാൻ ഈ ഇല്ലന്റ് മുഴുവൻ കീറി മുറിച്ച് നാമാവിശേഷാക്കി. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, 7:11 ആകാശവാണി കണ്ണൂർ നിലയം ഉച്ചയ്ക്ക് 11:30 മുതൽ 12 വരെ പ്രക്ഷേപണം ചെയ്ത പി ഉണ്ണികൃഷ്ണന്റെ സംഗീത കച്ചേരി കീർത്തനങ്ങൾ ഏറെ ഹൃദ്യമായി എന്നാണ് ഗണേശൻ നമ്പൂതിരി, ഇടമന ഇല്ലം, മലപ്പുറം ജില്ലയിൽ നിന്ന് എഴുതുന്നത്. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. വിലാസം പറയാം. ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4. വാട്സാപ്പ് വഴിയാണെങ്കിൽ സന്ദേശം അയക്കേണ്ടത് 94 95 96 70 80. നിങ്ങളോടൊപ്പം ഞങ്ങൾ PV പ്രശാന്ത് കുമാർ, മഞ്ജു രമേശ്.